12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ചീഫ് സെക്രട്ടറി വി.പി. ജോയിയാണ് ചെയർമാൻ. അഡ്വക്കേറ്റ് എം. രാജഗോപാലൻ നായർ, റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ശ്രീലത സുകുമാരൻ എന്നിവരാണ് അംഗങ്ങൾ. 3 മാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടതായി ധനമന്ത്രി അറിയിച്ചു. സെയ്ഫ് സൈനുലാബ്ദീൻ ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. സെയ്ഫ്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന കാര്യമാണ്. കമ്മീഷൻ പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ്, അത് പുറത്തിറങ്ങിയ മറ്റു വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? ടേംസ് ഓഫ് റെഫറൻസ് സംബന്ധിച്ച് പിന്നീട് വിശദമായ ഉത്തരവിറക്കുമെന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റിലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്ന കാര്യം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ആരാണ് കമ്മീഷൻ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും എന്നാണ് ബജറ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ തീരുമാനം എടുത്തിരിക്കുന്നു. മുൻ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ വി.പി. ജോയിയാണ് കമ്മീഷന്റെ ചെയർമാൻ. അഡ്വക്കേറ്റ് എം. രാജഗോപാലൻ നായർ, റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ശ്രീലത സുകുമാരൻ എന്നിവരാണ് അംഗങ്ങൾ. ധനവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയായ ആർ ശോഭ കമ്മീഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കും എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിലാണ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 3 മാസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് അത് സമയബന്ധിതമായി റിപ്പോർട്ട് കിട്ടിയാൽ അത് സമയബന്ധിതമായി നടപ്പാക്കും. കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ത് എന്ന കാര്യത്തിൽ ഒരു വിശദമായ ഉത്തരവ് പിന്നീട് പുറത്തിറങ്ങും എന്നും ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ശരി സൈഫ്.